കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവേഴ്സായിരിക്കുന്ന എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പേര് പ്രേംകുമാർ. കേരളത്തിൻ്റെ തെക്കൻ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ഒരു ഹൈന്ദവ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ. എൻ്റെ 6.5 വയസ്സ് പ്രായം ഉള്ള സമയത്ത് ഞാൻ 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ പെട്ടെന്ന് പോളിയോ രോഗം ബാധിക്കുകയും എൻ്റെ 2 കാലുകളും തളർന്ന് ദീർഘനാളുകൾ ട്രിവാൻഡ്രം ആയുർവേദ കോളേജ് ആശുപത്രിയുടെ ഒരു കിടക്കയിൽ 6 മാസത്തിലധികം കിടക്കുകയും തുടർന്ന് അനേക വൈദ്യന്മാരാൽ ചികിത്സിക്കപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള രോഗശാന്തിയും ലഭിക്കാതെ ഇരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ആ ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിന് വന്നുകൊണ്ടിരുന്ന ഒരു ദൈവപുരുഷൻ്റെ വാക്കുകൾ പ്രകാരം, അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാലയത്തിൽ എൻ്റെ പിതാവ് എന്നെ കൊണ്ടുപോവുകയും അവിടെ ഞങ്ങൾ ദീർഘകാലങ്ങൾ അവിടെയും ഏകദേശം 1 വർഷത്തിലധികമുള്ള സമയം ഞങ്ങൾ അവിടെ പാർക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും എൻ്റെ ശാരീരിക പ്രശ്നങ്ങൾക്ക്, അതായത് പോളിയോ ബാധിച്ച് തളർന്ന എൻ്റെ 2 കാലുകൾക്കും യാതൊരു സൗഖ്യവും ഉണ്ടായില്ല. എന്നാൽ ഇതിനിടയിൽ വലിയ ഒരു അത്ഭുതം സംഭവിക്കുകയുണ്ടായി. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ, വിശേഷിച്ച് ഞങ്ങളുടെ ലോക്കൽ വില്ലേജായ മരിയാപുരത്തിനടുത്തുള്ള ആറയൂർ മഹാദേവർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോയി കുളിച്ചു തൊഴുകയും അവിടുത്തെ ചന്ദനക്കുറിയിട്ട് അവിടുത്തെ ക്ഷേത്ര പ്രദക്ഷിണമൊക്കെ നടത്തി ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് മടങ്ങി വന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള അഭേദാനന്ദ ആശ്രമത്തിലെ പ്രസാദവും അവിടുത്തെ പൂജാ സംവിധാനം കാര്യങ്ങളുമൊക്കെ അതിലും പങ്കെടുത്ത് അങ്ങനെ ഒരു ജീവിതം നയിച്ചിരുന്ന എൻ്റെ മാതാവിനും പിതാവിനും ഞങ്ങൾക്ക്, ഞാനന്ന് മൂത്ത കുട്ടി, എനിക്ക് ഇളയിൽ അന്ന് 2 പേരുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ 3 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നത്തേതിൽ ഞങ്ങളുടെ കുടുംബം വലുതായി. പിന്നത്തേതിൽ ഞങ്ങൾ പപ്പയ്ക്കും മമ്മിക്കും അവർക്ക് 6 മക്കളുണ്ടായി. ഞങ്ങൾ 6 മക്കൾ അടങ്ങുന്ന കുടുംബമാണ്. എന്നാൽ ഞങ്ങളെല്ലാവരും തന്നെ യേശുക്രിസ്തുവിനെ അറിയുവാനും യേശുക്രിസ്തു എന്ന ലോകരക്ഷകനെ കുറിച്ച് അറിയുവാനും ആ യേശുവിൻ്റെ വചനങ്ങൾ സ്വീകരിപ്പാനും യേശുവിൻ്റെ വചനപ്രകാരമുള്ള ജീവിതം ക്രമീകരിക്കുവാനും ആ ജീവിതത്തിലേക്ക് അത് നയിക്കപ്പെടുവാനും ആ ജീവിതത്തിൽ തുടർന്ന് ജീവിക്കാമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലെത്തുവാനും എൻ്റെ മാതാപിതാക്കൾക്കിടയായി. എൻ്റെ ശാരീരിക സൗഖ്യമായിരുന്നു അവരുടെ മുഖ്യ വിഷയമെങ്കിലും ദൈവസന്നിധിയിൽ വരുവാനുള്ള, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനുള്ള, യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനുള്ള അവരുടെ താല്പര്യത്തിൻ്റെ പുറകിൽ എൻ്റെ രോഗശാന്തി ആയിരുന്നു പ്രധാന വിഷയമെങ്കിലും ചില കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ രോഗശാന്തി എന്ന് പറയുന്നത് ഒന്നുമല്ലാതെയായി തീരുവാനിടയായി. എൻ്റെ രോഗശാന്തി എന്ന് പറയുന്ന വിഷയം അവിടെ അപ്രസക്തമായി തീരുവാനിടയായി. എൻ്റെ കാലുകൾക്ക് ശക്തി ലഭിച്ചാലും ലഭിച്ചില്ല എങ്കിലും ഈ ദൈവത്തെ വിട്ട് മറ്റെവിടേക്ക് മടങ്ങുകയില്ല എന്നും പഴയ പൂജാ കർമ്മങ്ങൾ ചെയ്യുകയില്ല എന്നും മന്ത്രവാദ ആഭിചാര പ്രയോഗങ്ങളൊന്നും ചെയ്യുകയില്ല എന്നുമൊക്കെയുള്ള ആ അനുഭവത്തിലേക്ക് എൻ്റെ മാതാപിതാക്കൾ ദൃഢ തീരുമാനത്തിൽ എത്തിച്ചേരുവാനിടയായി. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ സ്നാനപ്പെടുവാനിടയായി, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. എൻ്റെ പിതാവിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയുടെ ഭാഗമായിട്ട് എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തുടങ്ങി. എൻ്റെ മാതാവ് ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിരുന്നു. എൻ്റെ പിതാവ് ഒരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിലാണ് ഏറെ വളരെ വിഷമകരമായ അനേക സംഭവങ്ങൾ അവരുടെ കുടുംബജീവിതത്തിലുണ്ടായതിൻ്റെ ഭാഗമായിട്ടും കൂടെ അവർ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരികയും ക്രിസ്തു സന്നിധിയിലേക്ക് വരികയും യേശുവിനെ ആരാധിപ്പാൻ തുടങ്ങുകയും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങുകയും പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ, സഭകളിൽ, അന്ന് ഞങ്ങളുടെ നെയ്യാറ്റിൻകര താലൂക്കിൽ വളരെ കുറഞ്ഞ സഭകൾ മാത്രമേ, പെന്തിക്കോസ്ത് സഭകൾ വളരെ കുറവായിരുന്നു. ആരാധനയ്ക്കൊക്കെ മൈലുകൾ യാത്ര ചെയ്യണമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അന്യഗ്രാമങ്ങളിലേക്ക്, മറ്റ് പല ദേശങ്ങളിലേക്കൊക്കെ പോയി മറ്റ് സഭകളിലൊക്കെ കൂടി ആരാധനാ ജീവിതം നടത്തി ആരാധനയുടെ സന്തോഷവും അതിൻ്റെ വിടുതലുമൊക്കെ പ്രാപിച്ച് അവർ സജീവമായി ദൈവവചനത്തിൽ നിലനിൽപ്പാനിടയായി. അപ്പോഴും എൻ്റെ രോഗശാന്തി എന്ന് പറയുന്നത്, എൻ്റെ ശാരീരിക സൗഖ്യമെന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവരുടെ മുന്നിൽ നിന്നു. ഞാൻ വളരുന്നതിനനുസരിച്ച് എൻ്റെ പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ വലിയ ദുഃഖമായി മാറി. ഞാൻ വളർന്നു വലുതാകുമ്പോൾ അവരുടെ അസാന്നിധ്യത്തിൽ ഞാൻ എന്തു ചെയ്യും, എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ എൻ്റെ മാതാപിതാക്കൾ വളരെ ദുഃഖിച്ചു. ഏറെ വർഷങ്ങൾ മക്കളില്ലാതിരുന്ന് ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ജനിച്ച് 5.5 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് രണ്ടാമത് എൻ്റെ അനിയത്തിയെ, എൻ്റെ പെങ്ങളെ അവർക്ക് കിട്ടുന്നത്. അങ്ങനെയൊക്കെ വളരെ താലോലിച്ച് ഓമനിച്ച് വളർത്തിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നെ ഓർത്ത് എൻ്റെ മാതാപിതാക്കൾ വളരെ ദുഃഖിക്കുകയും വളരെ വേദനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ യാതൊരു ചികിത്സകളും ഫലിക്കാതെ വന്നപ്പോൾ ആയുർവേദ ചികിത്സ എൻ്റെ മേൽ കൈവയ്ക്കാത്ത വൈദ്യന്മാർ ആ ദേശങ്ങളിൽ, ഞങ്ങളുടെ നെയ്യാറ്റിൻകര താലൂക്കിൽ അന്യ ദേശങ്ങളിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി ധാരാളം വൈദ്യന്മാർ, പ്രസിദ്ധന്മാരായ ആയുർവേദ വൈദ്യന്മാരൊക്കെ എന്നെ ചികിത്സിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ നോക്കിക്കണ്ട ചില അത്ഭുത രോഗശാന്തി പോലെയുള്ള രോഗശാന്തി അല്ലെങ്കിൽ രോഗസൗഖ്യമൊക്കെ ആ വൈദ്യന്മാർ ചെയ്യുന്നവരായിരുന്നു. അവരൊന്നും സാധാരണ വൈദ്യന്മാരായിരുന്നില്ല. പക്ഷേ എന്നെ ചികിത്സിച്ച് അവരെല്ലാം പരാജയപ്പെട്ടു. ആ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആശ്രയിച്ചു. അനേക ദൈവമക്കൾ, പല സഭാവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഞങ്ങൾക്ക് വേണ്ടി ഉപവസിപ്പാൻ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇതായിരുന്നു: പ്രേംകുമാർ എന്ന ഈ ബാലനെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കണമേ ദൈവമേ. ഇതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന വിഷയം. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോയി, ഞാൻ എണീറ്റ് നടന്നില്ല. എന്നാൽ ചില ദൈവദാസന്മാർ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഒരു മിഷണറിയായി പോകും, നീ ഒരു മിഷണറിയായി പ്രവർത്തിക്കും, നീ കർത്താവിൻ്റെ വേല ചെയ്യും, കർത്താവിൻ്റെ വേലയ്ക്കായി നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പറയുവാനിടയായി. ആ ദിവസങ്ങളിൽ മിഷണറിയായി പോകുമെന്ന് പ്രാർത്ഥിക്കുന്ന ചില ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വരുമായിരുന്നു. അപ്പോൾ മിഷണറി എന്ന വാക്ക് എന്താണെന്ന് ഞാൻ ആ ദിവസങ്ങളിൽ മനസ്സിലാക്കി. അക്കാലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അന്നത്തെ സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ P.D. ജോൺസൺ അന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മിഷണറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മിഷൻ ടൂറുകൾ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലേക്കും മറ്റ് ലോകരാജ്യങ്ങൾ, വിശേഷിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ മിഷൻ ടൂറുകൾ ഒക്കെ ധാരാളമായിട്ട് ആ ദിവസങ്ങളിൽ ഒരു പ്രത്യേക മാസിക AG സഭയ്ക്കുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡ് ദൂതൻ എന്ന മാസിക. ആ മാസികയിൽ അച്ചടിച്ച് വരുന്നത് ഞാൻ വായിക്കുമായിരുന്നു. ഞാനത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനും ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ടൊക്കെ പാസ്റ്റർ P.D. ജോൺസന്റെ യാത്രാ വിവരണങ്ങളൊക്കെ അതിൽ കാണുമായിരുന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഫ്ലൈറ്റിൽ പോയെന്നും പിന്നെ മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ പോയെന്നും ഒക്കെയുള്ള വാർത്തകൾ അതിൽ വരുമായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് ഞാനും ഇങ്ങനെ പറന്ന് നടക്കുക. പക്ഷേ അപ്പോഴും എനിക്ക് എണീറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല, എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ല. 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ പോളിയോ ഒന്ന് കാല് തളരുന്നത്. എൻ്റെ മാതാപിതാക്കൾ അഭ്യസ്തവിദ്യരായതുകൊണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവർ എന്നെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കാനിടയായി. ഓരോ വർഷത്തെയും പുസ്തകങ്ങൾ പഠിപ്പിച്ചു. ട്യൂഷൻ ടീച്ചേഴ്സ് വന്ന് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഒടുവിൽ ഒരു ഡോക്ടറെ അടുക്കൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകുവാനിടയായി. എനിക്ക് 15 വയസ്സ് പ്രായമുള്ളപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ഹോസ്പിറ്റൽ, നാഗർകോവിൽ കാതറൈൻ ബൂത്ത് ഹോസ്പിറ്റൽ, പുത്തേരി ആശുപത്രി എന്നുള്ള പേരിൽ വളരെ പ്രസിദ്ധമായ സാൽവേഷൻ ആർമി ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകുവാനിടയായി. ആ ഹോസ്പിറ്റലിൽ എനിക്കൊരു സർജറി ചെയ്തിട്ട് കാലിപ്പർ ഷൂസ്
ക്രച്ചസ് എന്നീ ഓർത്തോപീഡിക് ഉപകരണങ്ങൾ വെച്ച് ഈ ശാരീരിക പരിമിതിയുള്ളവർക്കൊക്കെ പോളിയോ പേഷ്യൻസിന് അവർക്ക് നടക്കാൻ ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങൾ വെച്ച് നടക്കാനുള്ള ഒരു സംവിധാനം എനിക്ക് ഉണ്ടായി. ഞാനത് കഠിനമായിട്ട് ആ ഉപകരണങ്ങളൊക്കെ ഇട്ട് നടന്ന് പ്രാക്ടീസ് ചെയ്തു. അത് എല്ലാവരും ഉപയോഗിക്കുന്നതല്ല. പോളിയോ വരുന്ന എല്ലാവരും അത് ഉപയോഗിക്കത്തില്ല. പോളിയോ വരുന്ന അവരിൽ ഒരു 10% പേര് മാത്രമേ, ഒരു 100 പേർക്ക് പോളിയോ ഉണ്ടെങ്കിൽ അതിൽ 10% പേര് മാത്രമേ ഈ ലിംബും ക്രച്ചസും ഒക്കെ ഉപയോഗിച്ച് നടക്കാറുള്ളൂ. കാരണം അത് വളരെ ബുദ്ധിമുട്ടുള്ള, ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിട്ട് നടക്കാൻ. ശരീരമൊക്കെ അത് വളരെ വേദന കൊണ്ട് വിയർത്തൊലിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ, മറ്റവശതകളൊക്കെ വരുന്ന ഒരു സജ്ജീകരണമാണത്, കാലിപ്പർ ഷൂസ്. പക്ഷേ ദൈവം എന്നെ അത് ഇട്ട് നടക്കാനും ഒക്കെ ബലപ്പെടുത്തിയാനും കാരണം എൻ്റെ മാതാപിതാക്കളുടെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനായിരുന്നു, സ്ട്രിക്റ്റ് അവരുടെ നിർദ്ദേശങ്ങളായിരുന്നു. എൻ്റെ പിതാവ് അതിട്ട് അത് ഉപയോഗിച്ച് നടന്നില്ല എന്നെ അടിക്കുമായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നെ അടിക്കും. എന്നെ അതിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും രാവിലെ വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. അങ്ങനെ 1 വർഷം പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്കതിട്ടിട്ട് വീട്ടിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. വീട്ടിന് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ചിന്തകൾ പഠിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നും പഠിച്ച് ഉയർന്ന ഒരു ജോലി നേടണമെന്നും ഒക്കെയുള്ള ചിന്തകളിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ അതിന് സഹായിച്ചു. എനിക്ക് ബസ് കയറാനൊന്നും കഴിയില്ല എങ്കിലും എൻ്റെ മമ്മിയും പപ്പയും ഒക്കെ അതിനെ ആദ്യം എതിർത്തെങ്കിലും അവർ പിന്നത്തെ എന്നെ അതിന് സപ്പോർട്ട് ചെയ്തു. അമ്മയും പപ്പയും ഒക്കെ കൂടെ വന്നാണ് ചില ദിവസങ്ങൾ എന്നെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അന്നത്തെ പാരലൽ കോളേജ്, 10ാം ക്ലാസ്സൊക്കെ തോറ്റിട്ട് പിള്ളേർ പഠിച്ച് പാസ്സാകുന്ന ഒരു സ്ഥാപനം, പണ്ടത്തെ പാരലൽ കോളേജ് എന്ന് പറയുന്ന പാരലൽ കോളേജിൽ, ട്യൂട്ടോറിയൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. ഞാനങ്ങനെ അന്നത്തെ SSLC 10ാം ക്ലാസ് ഓവറേജ്ഡ് കാൻഡിഡേറ്റ് ആയിട്ട് 17 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും പ്രീ ക്വാളിഫിക്കേഷൻസിൽ SSLC എഴുതാം നമ്മുടെ നാട്ടിൽ. അതിന് പ്രകാരമുള്ള ആ സ്കീമിൽ ഞാൻ SSLC പാസ്സാകുവാൻ ഇടയായി. അവിടെ പഠിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മാർക്ക് മേടിച്ചാണ് ഞാൻ പാസ്സായത്. എന്നോടൊപ്പം ഞാൻ ഫസ്റ്റാണ് എഴുതുന്നത്. 2 പ്രാവശ്യം എഴുതി, 3 പ്രാവശ്യം എഴുതി, 5 പ്രാവശ്യം എഴുതിയ പിള്ളേർ വരെ അന്ന് അവിടെ ചേർന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കാതെ തന്നെ വീട്ടിൽ നിന്ന് പുസ്തകം വായിച്ചുള്ള അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എങ്കിലും പഠിച്ചവരുടെ ഇടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്ക് ആ സ്ഥാപനത്തിൽ നേടുവാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ പഠിച്ച് മുന്നോട്ട് എനിക്ക് 10ാം ക്ലാസ് പാസ്സായപ്പോൾ പിന്നെ എൻ്റെ ആഗ്രഹം എനിക്ക് ഉയർന്ന തലത്തിൽ പഠിച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം. അങ്ങനെ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞു. +2 കഴിഞ്ഞു. +2നും എനിക്ക് ആ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു. കോമേഴ്സ് എടുത്ത് പഠിച്ചതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. തുടർന്ന് ഞാൻ BCom പഠിച്ചു. ട്രിവാൻഡ്രത്ത് BCom പഠിച്ചു. MCom ആയി. ഞാൻ ആ ദിവസങ്ങളിൽ CAയുടെ എൻട്രൻസ് എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ വളരെ അവിചാരിതമായിട്ട് ഒരു കർത്താവിൻ്റെ ദാസൻ എൻ്റെ വീട്ടിൽ വരികയും ആ കർത്താവിൻ്റെ ദാസൻ അന്ന് ഹിപ്പി സ്റ്റൈൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഹിപ്പി സ്റ്റൈൽ വ്യാപരിച്ചിരുന്ന കാലമായിരുന്നു. അങ്ങനെ ഹിപ്പി സ്റ്റൈൽ ലൂസ് പാൻറ്റൊക്കെ ഇട്ട് തലമുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ കഥകളും നോവലുകളൊക്കെ വായിച്ച് പാട്ടും പാടി നടക്കുന്ന ആ രീതി. എൻ്റെ മാതാപിതാക്കൾ അന്ന് കർത്തൃവേലയിലാണ്. ഞാൻ ഈ ലോകം കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിശ്വാസത്തിൽ നിന്ന് അല്പം തെറ്റിപ്പോയ ഒരു കാലമായിരുന്നു അത്. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, പക്ഷേ എൻ്റെ ജീവിതം മറ്റൊരു രീതിയിലായിരുന്നു. എന്നാൽ പറയട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അവരുടെ ആലോചനകൾ, വിശുദ്ധന്മാർ നൽകുന്ന ആലോചനകൾ, ദൈവവചനപ്രകാരമുള്ള ആലോചനകൾ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന ആലോചനകൾ, അതിനൊരു മാറ്റവും ഒരിക്കലും സംഭവിക്കുകയില്ല. അത് നമ്മുടെ ജീവിത കാലയളവിനുള്ളിൽ അത് സംഭവിക്കുക തന്നെ ചെയ്തിരിക്കും. ഈ ദൈവദാസന്മാർ മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ദൈവദാസന്മാർ അവർ പറഞ്ഞത്, നീ ഒരു മിഷണറിയായി പോകും. അപ്പോൾ ഈ പാസ്റ്റർ PD ജോൺസിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഞാനൊരു മോഡൽ മിഷണറിയായിട്ട് കണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുകയാണ്. എങ്ങനെയാണ് എനിക്ക് പുറത്തു പോകാൻ കഴിയുക? എങ്ങനെയാണ് എനിക്ക് ഞാൻ എവിടെ പോയാൽ പ്രസംഗിക്കുന്നത്? ഞാൻ ആരോടാണ് പ്രസംഗിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എന്നെ ഭരിച്ചു. പക്ഷേ വർഷങ്ങൾ മുന്നോട്ട് കടന്നുപോയി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ
ദൈവം നിശ്ചയിച്ച ദൈവത്തിൻ്റെ നിർണായക സമയമായപ്പോൾ ദൈവം എന്നെ ഒരു മിഷണറിയാക്കി വേർതിരിച്ചു. സ്തോത്രം. ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പെട്ടെന്ന് അദ്ദേഹം താൻ നടത്തുന്ന ഒരു ബൈബിൾ സ്കൂളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ എൻ്റെ പഠനം അവിടെ വെച്ച് താൽക്കാലികമായിട്ട് ഞാൻ നിർത്തിവെച്ചു. ആ പഠനത്തിന് ഒരു അവധി കൊടുത്തിട്ട് ഈ ദൈവദാസനോടൊപ്പം പോവുകയും ഈ ദൈവദാസൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ബൈബിൾ സ്കൂളിൽ താമസിച്ച് ചില മാസങ്ങൾ പഠിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് മുതൽ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനിടയായി. എൻ്റെ ചിന്തകൾ മാറി, എൻ്റെ താല്പര്യങ്ങൾ മാറി. ലോകപ്രകാരം വളർന്ന് ലോകപ്രകാരം ഒരു ഉന്നത ഉദ്യോഗം നേടി ലോകപ്രകാരമുള്ള ആ ജീവിതം മതിയാക്കി കർത്തൃസേവയ്ക്ക് വേണ്ടി അത് വേർതിരിച്ച് കർത്തൃസേവയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കർത്തൃസേവയിൽ ശക്തനായി ലോകമറിയുന്ന ഒരു മിഷണറിയായി തീരണമെന്നുള്ള ആ ചിന്ത എന്നെ ആ ദിവസങ്ങൾ മതിക്കുവാനിടയായി. അങ്ങനെ ആ താല്പര്യങ്ങൾ, ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ജ്വാല പോലെ കത്തുകയും അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് എൻ്റെ ജീവിതം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാനും ഇടയായി. ആ ദിവസങ്ങൾ ദൈവം എനിക്ക് നൽകിയ ഒരു വചനം ഞാൻ നിങ്ങളോട് വായിപ്പാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. 1 Corinthians chapter 1 verse 27. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പ്രകാരം ഇങ്ങനെ പറയുന്നു: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. എൻ്റെ 28-ാമത്തെ വാക്യം: ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ലോകത്തിലെ ഉന്നതന്മാരും താത്വികന്മാരും ജ്ഞാനികളും അതേ ഫിലോസഫേഴ്സും ലോകമറിയുന്ന എഴുത്തുകാർ, ചിന്തകന്മാർ, അവർക്കൊന്നും മനസ്സിലാക്കുവാൻ കഴിയാത്ത മഹാസത്യം യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പ്, യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ മഹാനിത്യത, ഈ മഹത്തായ വിഷയം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭോഷന്മാരെന്ന ലോകം വിധി എഴുതിയിരിക്കുന്ന ഒരു കൂട്ടത്തിനാണ്. അതിൽ ഞാനും പെടുന്നു. അതിൽ വളരെ സന്തോഷിക്കുകയാണ്. ലോകത്തിൻ്റെ മുന്നിൽ ഞാനൊരു ജ്ഞാനിയോ, ലോകത്തിൻ്റെ മുന്നിൽ ഞാനൊരു ബലവാനോ ശക്തനോ ഒന്നുമല്ല. ലോകത്തിന് ഞാൻ ബലഹീനനാണ്, ഒരു ഡിസേബിൾഡാണ്. സർക്കാർ വിളിക്കുന്ന ദിവ്യാംഗൻ എന്നാണ്. ദിവ്യാംഗൻ ഒരാത്മാർത്ഥമില്ലാത്ത ഒരു പേരാണ്. അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. സ്തോത്രം. ഒരു ദിവ്യമായ അംഗങ്ങളും ഒന്നുമില്ല. ഉള്ള അംഗങ്ങൾ തന്നെ പരിമിത അതിൻ്റെ ബലം നഷ്ടപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരിക്കലും വിളിക്കരുത് അങ്ങനെ. എന്നാൽ അവർക്ക് ദൈവം വെഴ്സറ്റൈലായിരിക്കുന്ന ടാലൻസ് കൊടുത്തിട്ടുണ്ട്. ദൈവം അവർക്ക് പ്രത്യേകമായ ടാലൻസ് കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു കാര്യം. ബട്ട് അത് ദൈവമാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ദൈവം എനിക്കും ഒരു വലിയ കൃപ എന്നിന്മേൽ പകർന്ന് ബലഹീനനായ എന്നെ ബലമുള്ളവനെ ലജ്ജിപ്പിപ്പാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ലോകത്തിൽ മറ്റ് ശക്തന്മാരില്ലാത്തത് കൊണ്ടല്ല, ആരോഗ്യമുള്ളവർ ഇല്ലാത്തത് കൊണ്ടല്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ തിരഞ്ഞെടുത്തത്. ഞാൻ ബലഹീനനായിട്ടും കർത്താവിന് എന്നിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ദൈവം അബ്രഹാമിനോട് ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു: എനിക്ക് അസാധ്യമായ എന്തെങ്കിലുമുണ്ടോ? വാസ്തവത്തിൽ ആ വചനത്തിൻ്റെ പൂർണ്ണമായ ഒരു എഫക്റ്റ് ഞാൻ അനുഭവിക്കുന്നു. ആ വചനത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരർത്ഥം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെയില്ല. 2 കാലിലും കാലിപ്പറിട്ട് ക്രച്ചസിൽ നടക്കുന്ന ഞാൻ ഇന്ന് ഇന്ത്യ മുഴുവൻ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് എൻ്റെ എക്സ്ട്രാ വീൽ പിടിപ്പിച്ച സ്കൂട്ടറിലാണ്. ഈ വർഷം ഞാൻ 12,000 കിലോമീറ്റർ 12,300 കിലോമീറ്റർ ഞാൻ മധ്യപ്രദേശ് വരെയുള്ള, കേരളം മുതൽ മധ്യപ്രദേശുള്ള സ്റ്റേറ്റുകളിൽ 6 സ്റ്റേറ്റുകളിൽ കടന്നുപോയി. അനേക ഭാഷക്കാരോട്, അനേക ജാതികളോട്, വിവിധ സംസ്കാരങ്ങളുള്ള മനുഷ്യരോട് ഒക്കെ സുവിശേഷം ഈ ദിവസങ്ങളിൽ അറിയിക്കുകയാണ്. ഏറെ വർഷങ്ങളായി 37 വർഷത്തിലധികമായി കർത്താവിൻ്റെ വേലയിലായിട്ട് ലോകത്തിൻ്റെ 10 രാജ്യങ്ങൾ യാത്ര ചെയ്യുവാൻ ഇടയായി. ഇന്ത്യയുടെ ബോർഡർ പ്രദേശങ്ങളിൽ ഭൂട്ടാൻ ബോർഡർ, ബംഗ്ലാദേശ് ബോർഡർ, നേപ്പാളിലെ കഠ്മണ്ഡുവിലെ ഏറ്റവും വലിയ ചർച്ചിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ 2 രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. ആഫ്രിക്കയിലെ അനേക മീറ്റിങ്ങുകൾ, കെനിയ, ടെൻസാനിയ രാജ്യങ്ങളിൽ അനേക മീറ്റിങ്ങുകൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അനേക വലിയ ക്രൗഡുകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അവിടെയൊക്കെ ശക്തമായി വിളിച്ചു പറയുവാൻ, അത് കേട്ട്
അനേകരുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാകാൻ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റനേക രാഷ്ട്രങ്ങളിൽ, GCC രാജ്യങ്ങളിൽ, റഷ്യയുടെ ഒരു ബോർഡർ ഏരിയ, യൂറോപ്യൻ ബോർഡറായിരിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഒക്കെ പോകുവാൻ കർത്താവ് എന്നെ കഴിഞ്ഞ നാളുകൾ സഹായിച്ചു. ബലഹീനനെ ബലവാനാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ദൈവം നിൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തുവാൻ ശക്തനാണ്. നിൻ്റെ ജീവിതം ഏതെങ്കിലും ഒരു ഇട്ടാവട്ടത്തിനുള്ള ഒതുങ്ങി, ഒരു സർക്കിളിനുള്ള ഒതുങ്ങി അവസാനിക്കുവാനുള്ള നിൻ്റെ ജീവിതം. നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവിതം അത് ലോകത്തിന് പ്രയോജനപ്പെടുവാനും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പും വെളിച്ചവും രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങളാണ്. ഒന്ന് ഒരു ജൈവ വസ്തുവും ഒന്ന് ഒരു അജൈവമായതുമാണ്. ഇത് രണ്ടും മനുഷ്യന് പ്രയോജനപ്പെടുന്നതാണ്. സ്തോത്രം. ലോകത്തിൽ വെളിച്ചമില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു ലോകത്തിൻ്റെ സ്ഥിതി. വെളിച്ചമില്ലാത്ത ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാനും കഴിയത്തില്ലല്ലോ. ആ വെളിച്ചമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ജീവനാണ് ആ വെളിച്ചം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, വചനം ദൈവമായിരുന്നു. സ്തോത്രം. പിന്നത്തേൽ പറയുന്നു, ഇതാണ് അവനിൽ വെളിച്ചം, അവനിൽ ജീവൻ ഉണ്ടായിരുന്ന ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായി മാറി. സ്തോത്രം. ലോകത്തിൻ്റെ വെളിച്ചമായി മാറി. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷമുള്ള ലോകം എന്നുള്ള വിഷയത്തിൽ നമുക്കിതിനെ ചിന്തിപ്പാൻ കഴിയും. യേശു ക്രിസ്തു ലോകത്തിൽ മനുഷ്യവർഗത്തിൻ്റെ വെളിച്ചമായി ക്രിസ്തു പ്രകാശിച്ചതിന് ശേഷമുള്ള കഴിഞ്ഞ 2000 വർഷങ്ങളുടെ ചരിത്രം, മാനവ ചരിത്രത്തിൻ്റെ ഗതി മാറ്റിവിട്ട കാലഘട്ടമാണ്. ഈ കാലഘട്ടം അതിൻ്റെ പരമമായിരിക്കുന്ന അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗരാജ്യം ഭൂമിയിൽ നിന്നുള്ള ക്രിസ്തുവിൻ്റെ ആ സന്ദേശം, സ്വർഗരാജ്യത്തിൻ്റെ ഇറങ്ങിവരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലത്ത് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാരമേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നീ ഒരു മരണകരമായ രോഗത്താൽ ബാധിക്കപ്പെട്ട് വേദനിച്ച് നിരാശയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിനക്കിനി ഒരു ജീവിതം ഇല്ല എന്ന് നീ വിചാരിക്കുമ്പോഴും നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നീ മറന്നു പോകരുത്. ഈ ദൈവത്തെ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നതല്ല. അദൃശ്യനായ ദൈവം. സ്തോത്രം. ഈ ദൈവത്തെ തൊട്ട് നോക്കുവാൻ കഴിയുന്നതല്ല. ഈസ് എൻ അൺടച്ചബിൾ ഗാഡ്. സ്തോത്രം. ഇൻവിസിബിൾ ആൻഡ് അൺടച്ചബിൾ ഗാഡ്. അദൃശ്യനും അസ്പർശ്യനുമായ ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അതേ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ള അനേകർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവമാണെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച്, സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച്, ആകാശഗോളങ്ങളെ സൃഷ്ടിച്ച്, അതേ ഭൂമിയിലെ അതേ എണ്ണിക്കൂടാത്ത എണ്ണം വെറൈറ്റി അതേ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് അതിനെയെല്ലാം കരതലാമലകം പോലെ പരിപാലിച്ചു പോരുന്ന ഒരു ദൈവമാണ് ആ ദൈവം. ആ ദൈവത്തെയാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. യേശു പറയുകയുണ്ടായി, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിൻ്റെ മടിയിൽ ഇരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം സ്നേഹമാണ്. ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം നിത്യനാണ്. ആ ദൈവം ആത്മാവാണ്. സ്തോത്രം. ആത്മാവായ ദൈവം ക്രിസ്തു എന്ന പേരിൽ ക്രിസ്തുവായി, ക്രിസ്തു എന്നാൽ രക്ഷകൻ, അനോയിൻറ്റഡ്, ക്രിസ്റ്റോസ്, ഗ്രീക്കിലെ ക്രിസ്റ്റോസിന്, അതേ എബ്രായ പദം, അതേ മെസ്സിയ, ഇംഗ്ലീഷിലെ സേവിയറാണ്, രക്ഷകനാണ്. അതേ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന്, യേശുവിൻ്റെ പേര് യേശുവിൻ്റെ ജനനത്തിൻ്റെ തൊട്ട് മുമ്പ് ഗബ്രിയേൽ ദൂതൻ അതേ തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി. സ്തോത്രം. അങ്ങനെ യേശു രക്ഷകനാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഒരു കാലത്ത് ഞാനും ജീവിതത്തിൽ യാതൊരു രക്ഷയും ഇല്ലാതെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നെ രക്ഷിപ്പാൻ ആരും ഉണ്ടാകയില്ല എന്ന് ഞാൻ കരുതി. ഈ ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങളോ, ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും തത്വശാസ്ത്രങ്ങളോ, ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളോ ഒന്നും തന്നെ എന്നെ രക്ഷിപ്പാൻ പര്യാപ്തമായില്ല. ഇവിടുത്തെ വൈദ്യശാസ്ത്രം അതിന് പര്യാപ്തമായില്ല. പോളിയോ ഒരു ഇൻക്യൂറബിൾ ഡിസീസാണ് എങ്കിലും
പോളിയോ ട്രീറ്റ് ചെയ്താൽ കുറേ ഒക്കെ നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള ഒരു രോഗവും കൂടെയാണ്, ഒരു വൈറൽ അഫെക്ഷനാണ് പോളിയോ. പക്ഷേ എന്നെ ബാധിച്ച പോളിയോ ഒരു വളരെ വെറൈറ്റി പോളിയോ ആയിരുന്നു. അതിൻ്റെ പേരിപ്പോൾ എനിക്കറിയത്തില്ല. എങ്കിലും എനിക്ക് പോളിയോ വന്നിട്ട് കുറച്ച് ഭേദമായി എന്നാണ് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ്. പോസ്റ്റ് പോളിയോ റെസിഡ്യുവൽ പാരാലിസിസ് എന്നുള്ള വിധത്തിലാണ് അവർ സർട്ടിഫിക്കറ്റ് എഴുതുന്നത്. പോസ്റ്റ് പോളിയോ റെസിഡ്യുവൽ പാരാലിസിസ് എന്ന് പറഞ്ഞാൽ പോളിയോ വന്നു, കുറച്ച് ഭേദമായി, പിന്നെ കുറച്ച് ഭാഗം ഭേദമാകാതെ ബാക്കിയായി, റെസിഡ്യുവൽ ബാക്കി അവശിഷ്ടം. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗം ബാക്കിയായി. അങ്ങനെയുള്ള പോളിയോ ആണ് എനിക്ക് വന്ന ഭേദമെന്ന് പറയുന്നത്. എനിക്ക് പോളിയോ വന്നപ്പോൾ ഞാൻ ടോട്ടലി ബെഡ് റിഡൻ ആയിരുന്നു. 2 മാസക്കാലം ഞാൻ ബെഡിൽ പൂർണ്ണമായിട്ടും കിടപ്പിൽ, എണീറ്റിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പോളിയോ ആണ് എനിക്ക് വന്നത്. എൻ്റെ കൈകാലുകൾ തളർന്ന് മൊത്തത്തിൽ എണീറ്റിരിക്കാൻ കഴിയാതെ. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ അപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിൽ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എണീറ്റിരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ദീർഘമായ എത്രയോ വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ ശരീരത്തിൽ അത്രയും രോഗശാന്തി അല്ലെങ്കിൽ അത്രയും സൗഖ്യം മാത്രമേ ഇപ്പോഴും എൻ്റെ ശരീരത്തിലുള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്ക് കിടക്കയിൽ എണീറ്റിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എൻ്റെ ഹിപ്പിന് ഒരു ചെറിയ ബലം ഉണ്ട്. ആ ചെറിയ ബലം വെച്ചാണ് ഞാൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നത്. ഞാൻ മഴയത്തും അതികഠിനമായ നോർത്ത് ഇന്ത്യയിലെ അത്യുഷ്ണത്തിലും കൊടുങ്കാറ്റിലും പൊടിക്കാറ്റിലും ഭയങ്കര കൊരിച്ചെരിയുന്ന പേമാരിയിലുമൊക്കെ എനിക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത് ഒരു ചെറിയ ബലത്തിൻ്റെ, ഹിപ്പിൻ്റെ ഒരു ചെറിയ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്തോത്രം. അത് ദൈവം തരുന്ന ബലമാണ്. എന്നെ കാണുന്ന അനേകർക്ക് വളരെ അത്ഭുതകരമായിട്ട് അവർ നോക്കി നിൽക്കുക. അവർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത്? എന്നെ കണ്ടിട്ട് പലരും ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെ ഇത്രയും ലോങ് റൺ, ഒരു ദിവസം 500 കിലോമീറ്റർ 560 കിലോമീറ്റർ വരെ ഞാൻ ഒരു ദിവസം സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓടിച്ചില്ലെങ്കിൽ എനിക്ക് സമയത്തിന് എത്താൻ കഴിയത്തില്ല, യോഗങ്ങൾക്ക് പോകണം, എനിക്ക് അങ്ങനെ ഒത്തിരി വഴിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. 560 കിലോമീറ്റർ വരെ ഒരു ദിവസം ഞാൻ വാഹനം ഓടിച്ച ദിവസങ്ങളുണ്ട്, എൻ്റെ എക്സ്ട്രാ വീൽ സ്കൂട്ടർ. ഇതിനെങ്ങനെ കഴിയുന്നത്? കിടക്കയിലിരിക്കുമ്പോൾ ഞാൻ തീർത്തും ദുർബലനാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് ക്ഷീണം വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും, ഹാർട്ട് അറ്റാക്ക് വന്നു, എല്ലാം വന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് യാത്ര ചെയ്തേ പറ്റൂ, യാത്ര ചെയ്തില്ലെങ്കിൽ എനിക്ക് യോഗങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് കൺവെൻഷന് പോയി പ്രസംഗിക്കണം. ആ ദിവസങ്ങളിൽ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന ദിവസങ്ങളിൽ ഡോക്ടർ പറഞ്ഞു 3 മാസം നിങ്ങൾ റെസ്റ്റ് എടുക്കണം. ഞാൻ 13ാമത്തെ ദിവസം വന്ന് ഒറീസയ്ക്ക് ട്രെയിൻ കയറി പോയി. എൻ്റെ സ്കൂട്ടർ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്കൂട്ടർ എടുത്ത് ബൊലാംഗീർ റെയിൽവേ സ്റ്റേഷനിൽ സ്കൂട്ടർ എടുത്ത് ഞാൻ 30 കിലോമീറ്റർ ഓടിച്ചു പോയി 13ാമത്തെ ദിവസം. ഹാർട്ട് അറ്റാക്ക് വന്നാൽ കുറഞ്ഞ മനുഷ്യർ 2 മാസത്തേക്കും പുറത്തിറങ്ങത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെ ദൈവം എന്നെ അത്ഭുതകരമായ രീതിയിൽ, പറഞ്ഞാൽ മനുഷ്യർക്ക് അത്ഭുതം തോന്നുമാറുള്ള രീതിയിൽ ദൈവം എന്നെ കഴിഞ്ഞ കാലങ്ങൾ വഴി നടത്തി. ഈ ദിവസങ്ങളിൽ ദൈവം വഴി നടത്തുന്നുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ വേല ചെയ്ത്, അവൻ്റെ പ്രവൃത്തി ചെയ്ത് ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജീവിത അവസാനം വരെ അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അവസാനത്തെ ശ്വാസം വരെയും കർത്താവിന് വേല ചെയ്യുവാൻ ഞാൻ സമർപ്പിതനാണ്. മാത്രമല്ല ദൈവം ചെയ്ത മറ്റൊരു അത്ഭുതം, ദൈവം എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം തന്നു. സ്തോത്രം. എൻ്റെ 25ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. എനിക്ക് 2 കുട്ടികളുണ്ടായി, ആരോഗ്യമുള്ള 2 കുട്ടികളുണ്ടായി. അവരും വിവാഹിതരായപ്പോൾ അവർക്കും ഓരോ കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. സ്തോത്രം. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ ബലപ്പെട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ലോകം ഇന്ന് വളരെ പ്രശ്നപൂരിതമാണല്ലോ. അസമാധാനവും അസഹിഷ്ണുതയും അസന്തുഷ്ടിയും അസമാധാനവും മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മഹാമാരികളും അതേ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങളും രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷവും എല്ലാം കൊണ്ട് ഈ ഭൂമി കലുഷിതമായിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് ഒരു രക്ഷകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനുണ്ട്. ആ രക്ഷകനാണ് സാക്ഷാൽ ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു. അവൻ ഇമ്മാനുവേലാണ്. അവൻ കൂടെയിരിക്കുന്ന ദൈവമാണ്. അവൻ വിളിക്കുമ്പോൾ ഉത്തരമരുളും ദൈവമാണ്. രക്ഷിപ്പാനായി ഓടിയെത്തുന്ന ദൈവമാണ്. അതേ സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങൾ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത വ്യക്തിയാണോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ ശക്തനാണ്. ഈ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഭീരുത്വമാണ്. ആത്മഹത്യ ജീവിതത്തിലുള്ള ഒളിച്ചോട്ടമാണ്. ആത്മഹത്യയിലൂടെ നിങ്ങൾ ജീവിതം അല്ലെങ്കിൽ അവസാനിപ്പിച്ച് സ്വസ്ഥത കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ തികച്ചും നിങ്ങൾ വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി
അങ്ങനെയുള്ള ഒരു ജീവിത അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ, ആയിരക്കണക്കിന് പേർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ റേറ്റ് അതേ കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. 100% അതേ സാക്ഷരത നേടിയ ഈ സ്റ്റേറ്റ് ഇന്നും വളരെ പ്രശ്നപൂരിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. നശിച്ചു പോകുന്ന യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി ജീവനം നഷ്ടപ്പെട്ട് തകർന്നു റോഡുകളിൽ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ ഒക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണല്ലോ. നോക്കുക, എൻ്റെ സ്കൂട്ടർ ഒന്ന് തട്ടിയാൽ എല്ലാം തവിട് പൊടിയാകും. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളാണ് ഞാൻ ഈ ദിവസങ്ങൾ യാത്ര ചെയ്തത്. മുൻകാലങ്ങളിൽ ഞാൻ ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ ശാരീരിക പ്രശ്നം ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ട്രെയിനിലൊക്കെ കയറി യാത്ര ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ എക്സ്ട്രാ വീൽ സ്കൂട്ടറിൽ തന്നെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി യാത്ര ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും ഞാൻ പോകുന്നില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് എത്ര ശാരീരിക പ്രശ്നമുണ്ടെങ്കിലും വേലയ്ക്ക് പോകുവാൻ സമയമാകുമ്പോൾ, എൻ്റെ മീറ്റിങ്ങുകൾ ക്രമീകരിക്കപ്പെടുമ്പോൾ, എനിക്ക് പോകണമെന്നുള്ള ദൈവനിയോഗം വരുമ്പോൾ ആ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ടും ആരോഗ്യം പ്രാപിച്ചിരിക്കും. എന്നെ ഒന്നും തന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നില്ല. എനിക്ക് കൂട്ടായ്മയുടെ വലങ്കരം തരുന്ന അനേക ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്, ദൈവസഭകളുണ്ട്, അനേക വിശുദ്ധന്മാരുണ്ട്. അവരെല്ലാം ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നു. എൻ്റെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് അവരും ഒരു തരത്തിൽ കാരണക്കാരാണല്ലോ. ഇന്ന് ഈ സന്ദേശം ക്രൈസ്റ്റ് ബ്ലസ്സസ് യൂട്യൂബ് ചാനൽ എന്ന ഈ പ്രവർത്തന മീഡിയയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, ഇത് കേൾക്കുന്ന ചിലരെങ്കിലും അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സർവശക്തനായ ദൈവം എന്നെ ലോകത്തിൻ്റെ 3 വൻകരകളിൽ യാത്ര ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇത്രയും കഴിവില്ലായ്മയും ഇത്രയും ശാരീരിക അവശതയും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടും ഓരോ ദിവസവും ജയത്തോടെ ബലത്തോടെ നിൽക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. ഇതിനിടെ ഞാൻ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനൊരു പുസ്തകങ്ങൾ എഴുതുന്ന ഒരു എഴുത്തുകാരനും കൂടെയാണ്. എൻ്റെ തൂലികയിൽ നിന്ന് അനേക ദൈവനാമത്തിന് പ്രയോജനമായ അനേക പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യം എന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയത് വളരെ പോപ്പുലറാണ്. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ ആ പുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേ സ്തോത്രം. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയാണ്. ക്രൈസ്റ്റ് ബ്ലസ്സസ് യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തകരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ഞാൻ പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ സന്ദേശങ്ങളിലൂടെ ഒരു വലിയ കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു, യേശു ക്രിസ്തുവിനെ അറിയുന്നവൻ നിത്യജീവനെ നേടുന്നു. നിത്യജീവൻ എന്ന് പറയുന്നത് മറ്റ് ഒരു മത സംവിധാനങ്ങളിലും ക്രിസ്ത്യാനിറ്റിയാണ് നിത്യജീവനെ വെളിപ്പെടുത്തിയ ഏക വിശ്വാസ മാർഗം. ലോകത്തിലെ മറ്റൊരു മതങ്ങളും നിത്യജീവനെക്കുറിച്ച് പറയുന്നില്ല, പാപത്തെക്കുറിച്ച് പറയുന്നില്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നില്ല. മോക്ഷമെന്നും സ്വർഗമെന്നും ഒക്കെ അവ്യക്തമായ ഭാഷയിലും അവ്യക്തമായ രീതികളിലും പറയുമ്പോൾ, ക്രിസ്തീയ വിശ്വാസമാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് നിത്യജീവനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഭാവി പ്രത്യാശയെക്കുറിച്ചും പറയുന്നത്. വരുവാൻ പോകുന്നൊരു ലോകം മരണത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന് പലരും ചിന്തിക്കുമ്പോൾ, മരണത്തോടെ ഒഴിഞ്ഞു പോവുകയല്ല, മരണത്തോടെ ആരംഭിക്കുകയാണ്. ഡെത്ത് ഈസ് നോട്ട് എൻ എൻഡ് ബട്ട് ഡെത്ത് ഈസ് എ ബിഗിനിങ് ടു എറ്റേണിറ്റി. നിത്യതയിലേക്കുള്ള ഒരു തുടക്കമാണ് മരണം. മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല. കാരണം ആത്മാവിന് മരണമില്ല. വചനം ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് ഒത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തു യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒരു ദിവസം യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുന്നിൽ ഒരു ജഡ്ജ്മെൻറ്റ് സീറ്റുണ്ട്. വെള്ളസിംഹാസനമെന്ന് അതിനെ ബൈബിൾ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ആ വെള്ളസിംഹാസനത്തിന് മുന്നിൽ ആബാലവൃദ്ധം മനുഷ്യരും ഈ ഭൂമിയിലെ സകലമാന മനുഷ്യവർഗവും ഒരു ദിവസം ആ ജഡ്ജ്മെൻറ്റ് സീറ്റിന് മുന്നിൽ നിൽക്കേണ്ടവരാണ്. അതോർത്തുകൊണ്ട് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വരുവാൻ പോകുന്ന ആ നിത്യത പിതാവാം ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവാം ദൈവത്തോടും അസംഖ്യം ദൂതന്മാരോടും എണ്ണമറ്റ വിശുദ്ധന്മാരോടും കൂടെ ചിലവഴിപ്പാനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? അല്ല, സാത്താനും
അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കപ്പെട്ട അതേ കെടാത്ത തീയും അതേ സ്തോത്രം ചാകാത്ത പുഴുവുമുള്ള ഒരു അഗ്നി നരകത്തിലാണോ നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നത്? ജീവനിലേക്കുള്ള വഴി, നിത്യജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എന്നാൽ നാശത്തിൻ്റെ വഴി അതിവിശാലമാണ്, അതിലൂടെ പോകുന്നവർ അനേകരുമാകുന്നു. ഇന്ന് പകലിൽ ജീവൻ്റെ വഴി, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ജീവൻ്റെ വഴി തുറക്കപ്പെടട്ടെ. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആ ജീവൻ്റെ വഴി വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാരിൽ ഒരു ഏറ്റവും എളിയവനായ എനിക്ക് എൻ്റെ സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കപ്പെടുന്നുവെങ്കിൽ, നിങ്ങളുടെ അകത്തെ കണ്ണുകൾ തുറക്കപ്പെടുന്നുവെങ്കിൽ ഞാൻ ഏറ്റവും ധന്യനും കൃതാർത്ഥനുമായിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തെ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. കർത്താവായ യേശു 12 ശിഷ്യന്മാരെ കൊണ്ടാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചത്. സ്നേഹത്തിൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ക്രിസ്തു തിരഞ്ഞെടുത്തത് 12 ശിഷ്യന്മാരെയാണ്. ആ 12 ശിഷ്യന്മാരിൽ ആരും തന്നെ ഉന്നത കുലജാതരോ അവർ ആരെങ്കിലും തന്നെ അതേ ഉന്നത കലാശാലകളിൽ അഭ്യസനം നടത്തിയവരോ ആ കാലത്തെ വലിയ വേദാന്തികളോ തത്വശാസ്ത്രജ്ഞനോ ഒന്നുമായിരുന്നില്ല. സാധാരണ മീൻപിടുത്തക്കാരും സാധാരണ തൊഴിലുകൾ ചെയ്യുന്നവരും അല്ലെങ്കിൽ മരപ്പണി പോലെയുള്ള തൊഴിൽ ചെയ്യുന്നവരുണ്ടായിരുന്നു. അതേ ടാക്സ് കളക്ടർ ഉണ്ടായിരുന്നു, ചുങ്കം പിരിവ് ആയം പിരിവുകാരനുണ്ടായിരുന്നു. അക്കാലത്ത് സമൂഹം വെറുത്തിരുന്നൊരു കൂട്ടൻ ആയം പിരിവുകാരൻ, മത്സ്യബന്ധനക്കാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സാധാരണക്കാരായ വ്യക്തികളെ കൊണ്ട് ക്രിസ്തു ലോകത്തെ കീഴ്പ്പെടുത്തി. എങ്ങനെ കീഴ്പ്പെടുത്തി? സ്നേഹത്തിലൂടെ. സ്തോത്രം. തൻ്റെ സ്നേഹമെന്ന ആ ശക്തിയിലൂടെ, സ്നേഹമെന്ന പ്രവൃത്തിയിലൂടെ. യേശു പറഞ്ഞത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സിദ്ധാന്തങ്ങളെയും തകർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ തോൽപ്പിച്ചുകൊണ്ടുള്ള ആ സിദ്ധാന്തങ്ങൾക്കെതിരായ ഒരു സിദ്ധാന്തമായിരുന്നു യേശു വെളിപ്പെടുത്തിയത്. എന്താണ്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. നിങ്ങളുടെ ശത്രുവിന് വിശക്കുന്നവന് അവൻ തിന്നാൻ കൊടുക്കുക, നിന്റെ ശത്രുവിന് ദാഹിക്കുന്നവന് കുടിപ്പാൻ കൊടുക്കുക. ആരെങ്കിലും നിന്നോട് 1 നാഴിക കൂടെ വരാൻ ആവശ്യപ്പെട്ടാൽ 2 നാഴിക അവനോടൊപ്പം പോവുക. നിന്റെ പുതപ്പ് ആവശ്യപ്പെട്ടാൽ നിന്റെ മേൽവസ്ത്രം കൂടെ അവന് വിട്ടുകൊടുക്കുക. ഈ രീതിയിലൊക്കെയുള്ള സ്നേഹത്തിൻ്റെ ഭാഷണം ക്രിസ്തു വെളിപ്പെടുത്തുവാനിടയായി. സ്തോത്രം. സ്നേഹത്തിൻ്റെ ആ പഠിപ്പിക്കൽ ജീവിതം കർത്താവ് പഠിപ്പിക്കുവാനിടയായി. കർത്താവ് പഠിപ്പിക്കുക മാത്രമല്ല, ഒടുവിൽ ക്രൂശിൽ അത് വെളിപ്പെടുത്തുകയും ചെയ്തു. പൂർണ്ണമായിട്ടും അത് ചെയ്തു കാണിച്ചു കൊടുത്തു. തന്നെ എതിർത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഒക്കെ ക്രിസ്തു ക്രൂശിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തു തികച്ചും വ്യത്യസ്തനാണ്. നിങ്ങൾ കാണുന്ന ദൈവങ്ങളെ പോലെ ഒരു ദൈവമല്ല ക്രിസ്തു. ക്രിസ്തു മാത്രമാണ് ദൈവം. ഹി ഈസ് ദ ഓൺലി വൺ ഗാഡ്. ഹല്ലേലൂയ. അവൻ സകല സൃഷ്ടിക്കും കാരണക്കാരനാകുന്നു വചനം പറയുന്നു. അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു, അവനാലും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം ധന്യമാക്കുവാൻ ഇന്ന് പകൽക്കാലം എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതേ കർത്താവായ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഞാനും എൻ്റെ കുടുംബവും ക്രിസ്തുവിൽ ധന്യരായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധമായ ശുഭാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ക്രൈസ്റ്റ് ബ്ലസ്സസ് യൂട്യൂബ് ചാനലിന് അതിൻ്റെ പ്രവർത്തകരായ കർത്താവിൻ്റെ ദാസന്മാർക്ക് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.